നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഹാഫ് അല്ല, രാവിലെ ഒരു 10 മുതൽ 6 മണി വരെയുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ സ്വത്തുട്ടീനെ അംഗൻവാടി കൊണ്ടാക്കി കേട്ടോ. പിന്നെ രാവിലെ ഒരു 6 മണി മുതൽ ഒരു 10 വരെയുള്ള ഒരു മോർണിംഗ് വ്ളോഗ് ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതൊക്കെ പോയിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ മുടിയൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ചായ രാവിലെ വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് വർക്ക് ചെയ്യാനായിട്ടിരിക്കണം. അതായത് വർക്കിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ പരമാവധി ഞാൻ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഞാൻ കഴിക്കും, കുടിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, കാരണം ഇങ്ങനെ ഫുഡ് കഴിക്കൽ കുറവാണ്. അപ്പോൾ അത് കാരണം എന്തായാലും നമുക്ക് ചായ വയ്ക്കാം, എന്നിട്ട് പോയിട്ട് വർക്ക് ചെയ്യാം. ഇന്ന് എന്തായാലും എനിക്ക് ആ ഒരു ആൽബം എനിക്ക് കൊടുക്കണം. ഇന്നലെ മിഞ്ഞാന്ന് ഇരുന്നിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ മഴയും കറണ്ടില്ലായ്മയൊക്കെ കാരണം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും സ്വത്തുട്ടി വരുമ്പോഴേക്കും കുറച്ചെങ്കിലും അത് ചെയ്യണം. പിന്നെ ബാക്കി നൈറ്റ് ഇന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പോയിട്ട് ചായ വയ്ക്കട്ടെ. നമ്മളാണെങ്കിൽ രാവിലെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചായ വെച്ചിട്ടുള്ള കാരണം നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല, വേഗം ചൂടാക്കാം നമുക്ക്. ഞങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, രാവിലത്തെ പരിപാടികൾ എന്ന് പറഞ്ഞിട്ട്, അതായത് മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണണേ. അപ്പോൾ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഒന്ന് ചൂടാക്കട്ടെ. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒട്ടും വയ്ക്കാണ്ട വേഗം പോയിട്ട് വർക്കിനിരിക്കാം. എനിക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ നാളെങ്കിലും എനിക്കത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടിട്ട്. വലിയൊരു ആൽബമാണ്, ഒരു ക്രിസ്ത്യാനികളുടെ ആൽബമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. കറണ്ട് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വർക്കിനിരിക്കട്ടെ. നിങ്ങൾക്ക് വർക്ക് ഇങ്ങനെ കറണ്ടില്ലേ? കറണ്ടുണ്ട്, ഭാഗ്യം. ഞാൻ വിളിച്ചു ഇടയ്ക്ക് ഈ CPU വർക്കാവില്ല. CPU-യും UPS-ഉം എല്ലാം മേടിക്കണം. കുറച്ച് പൈസയൊക്കെ അവിടെ വെച്ചിട്ടാ, ബട്ട് എന്ത് ചെയ്യൂലേ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ സമയം എന്ന് പറയുന്നത് 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാറുണ്ട്, പിന്നെ കൈപ്പയ്ക്കുപ്പേരി ഉണ്ട്, പിന്നെ നമ്മുടെ മത്തിമീനുണ്ട് വറുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിനാം. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചോറിനതിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കലൊക്കെ ഭയങ്കര പിന്നാക്കാണ്. പക്ഷെ എന്നാലും നമ്മുടെ ശരീരം നോക്കണ്ടേ, വയറ് കാലി തുടങ്ങുമ്പോൾ ഞാൻ കഴിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ലേറ്റായി, വർക്ക് ചെയ്യായിരുന്നു, അപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ. ഇനിയിപ്പോൾ 2 മണിയല്ല, ഒരു 3:30 ആകുമ്പോൾ സ്വത്തുട്ടിനെ കൂട്ടാൻ പോകണം. ഒരു 3:15 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. നടന്നിട്ടല്ലേ പോകുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം വേണം. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ചോറ് നല്ല ചൂടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ വറുത്ത് വെച്ചതല്ലേ, നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഊതിയിട്ടാണ് കഴിക്കണം കേട്ടോ. പിന്നെ കൈപ്പയ്ക്കുപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കൈപ്പയ്ക്കയിൽ സബോള കൂടുതൽ അരിഞ്ഞിട്ടാണെങ്കിൽ ആ കയ്പ്പൊന്നും അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ്. നമ്മുടെ വെണ്ടയ്ക്കുപ്പേരി, പയറുപ്പേരി പോലെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ചേട്ടനൊരു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഇനിയിപ്പോൾ വരുമെന്ന് അറിയില്ല. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതാണ് ഇത്ര ലേറ്റായി ഫുഡ് കഴിക്കാൻ. ഇനി ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് ഇപ്പോൾ വരിക കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ. ഏതാ ഇൻഫിനിക്സിൻ്റെ ഫോണാണ് കേട്ടോ. ഒരു 9 രൂപയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അടവിന് പൈസ എടുത്തിട്ടാണ് വാങ്ങിക്കണം.
അതായത് നമ്മുടെ അടുത്ത് എവിടെ പൈസ, അപ്പോൾ അടവിന് അണ്ണൻ്റെ അടുത്ത് നിന്ന് പൈസ എടുക്കും. ഒരു തമിഴൻ ഇവനെ വരാറുണ്ട്. പിന്നെ ഇവർ എടുക്കാറുള്ളതാണ് കേട്ടോ. ചേട്ടൻ അമ്മയ്ക്ക് തന്നെ എടുക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ തരുമൊക്കെ ചെയ്യട്ടോ. പിന്നെ അപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ നീ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയാൻ തോന്നുന്നു. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നണേൻ്റെ ഇടയിൽ വർത്തമാനം പറയണേട്ടാ. എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഒറ്റയ്ക്കാവുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിങ് അല്ലെങ്കിൽ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ലേ, ഫോണും വീഡിയോ ഒന്നും എടുക്കില്ലെങ്കിൽ ഞാൻ ചടപടം തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുക ഇടയ്ക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഫോണുണ്ട കാരണം നമുക്ക് സംസാരിച്ചിട്ട് കഴിക്കാതെ വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയല്ലേ. ഇപ്പം പിന്നെ ആരും ഇല്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഇനി എന്തായാലും ഫിനിഷ് ആക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ വരുന്നുള്ളൂ. അല്ലാണ്ട് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താ ഈ പെണ്ണ് ഈ ചോറ് വെച്ചോണ്ടിരിക്കണേ ഉണ്ടുകൂടെ ചോദിക്കും. സോറി, ഉണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും വർക്കിനിരിക്കണം. പിന്നെ ഇനി മൊബൈൽ വരും, മൊബൈൽ വാങ്ങിക്കണം. അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും എനിക്ക് ആ വർക്ക് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്യാനിരുന്നപ്പോൾ കറണ്ട് പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ മഴയും പെയ്തു. പിന്നെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വർക്കിന് ഇരുന്നു, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. കാരണം ഈ വർക്കിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓഫീസിൽ വിളിച്ചിട്ട് വർക്കിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ആ വർക്ക് വിടാനുള്ള ഒരു വേറൊരു ഇതിൽ മൈൻഡിലായിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അത് വീഡിയോ എടുത്തിട്ടില്ല. ഇനി എന്തായാലും ഫോൺ വരും, ഫോൺ മേടിക്കണം. പിന്നെ എന്തായാലും ഇപ്പോൾ പോയിട്ട് വർക്കിന് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫോൺ വരും, ഫോൺ വന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്തെങ്കിലും റീസണൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനിയിപ്പോൾ അത് ഉച്ചയ്ക്ക് കണ്ടിട്ടില്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാന്നുള്ളത് എൻ്റെ ഒരു കടമയില്ല. അപ്പോൾ അത് കാരണമാണ് പറയുന്നത്. പിന്നെ ഡെയിലി വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും എൻ്റെ അല്ലേ, അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 2 മണിക്കാണ് ഇടുക. 2 മണിക്ക് കണ്ടിട്ടില്ലെങ്കിൽ 5 മണിക്ക് കേട്ടോ. വൈകുന്നേരം 5 മണിക്കായിരിക്കും എൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇനിയിപ്പോൾ എന്തായാലും വർക്കിന് ഇരിക്കട്ടെ. പിന്നെ ഒരു 3:30 ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 3:15 ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. വീട്ടിൽ നിന്ന് നടന്നിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കാരണം സ്വത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം വർക്ക് തീർക്കണം. പിന്നെ സ്വത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വർക്കിലിരിക്കുക. അങ്ങനത്തെ പരിപാടികളാണ് എൻ്റെ ഈവനിങ് വരെയുള്ള പരിപാടി ഇനി. അപ്പോൾ നമുക്കിനി തുടർന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ നമ്മുടെ ചേട്ടൻ്റെ ഫോൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെന്നെ ഓണാക്കി തന്നിട്ടുണ്ട്. പിന്നെ വേറെന്താ, ചേട്ടൻ വന്നിട്ട് കൊടുക്കണം. ചേട്ടൻ കുറേ ദിവസമായി ഫോണില്ലാണ്ടിരിക്കണം. അപ്പോൾ ചേട്ടൻ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമാവും കേട്ടോ. ഇത് ഇൻഫിനിക്സിൻ്റെ ആണ് കേട്ടോ. ഇത് ഇൻഫിനിക്സ് ഏതാണെന്നറിയില്ല. ഇൻഫിനിക്സിൻ്റെ ആണ്. ഇനി കോഡ് ഉണ്ടാവില്ല, അതാട്ടോ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ 8999 രൂപയായിട്ടാ. നല്ല ഫോണാന്ന് തോന്നുന്നു. ചേട്ടൻ്റെ കൂട്ടുകാരന് ഇതേപോലെ ഫോൺ മേടിച്ചിട്ടാണ്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു കമ്പനി മേടിച്ചത് കേട്ടോ. അപ്പം എന്തായാലും ചേട്ടന് വന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ലുക്ക് ഉണ്ടല്ലേ കാണുമ്പോൾ. ഇതിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ ക്ലാരിറ്റി കുറവായിരിക്കും. ഇതിനൊക്കെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ക്ലാരിറ്റി കുറവായിരിക്കും ഈ ഇൻഫിനിക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും ഫോൺ കൊണ്ടേക്കട്ടെ, വർക്കിനിരിക്കും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാൻ വീണ്ടും വരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് തീർക്കണം വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം കുറേ ഫോട്ടോസ് ഉണ്ട്. അത് സോർട്ട് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് വലിച്ചിട്ട് പിന്നെ നമ്മൾ അതായത് ആൽബം സെറ്റ് ചെയ്യണം, പേജൊക്കെ സെറ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ഇന്നുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പരമാവധി ഞാനെല്ലാം സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതി വയ്ക്കുകയാണ്. പിന്നെ ഇവിടെ ഇൻവെർട്ടർ ഇല്ല കേട്ടോ. അപ്പോൾ കറണ്ട് പോണ കാരണം
ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ പേജ് നമ്മുടെ മിസ്സായി പോവുള്ളൂ. അങ്ങനെയുണ്ട്. അതായത് CPU ചാർജ് നിൽക്കാത്തൊരു CPU ആണ് കേട്ടോ എൻ്റെ. അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തോ അതൊക്കെ നമുക്ക് ഡിമ്മായിട്ട് പോയിട്ടൊരു ബ്ലാക്ക് പേജായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അത് കാരണം കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ഇൻവെർട്ടർ മേടിക്കണം എന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല അതിയായിട്ടുള്ള ആഗ്രഹമാണത്. എല്ലാം കൂടി ദൈവം തമ്പുരാൻ നടത്തി തരില്ലല്ലോ. അപ്പോൾ എനിക്കൊരെണ്ണം മേടിക്കണം എന്നുണ്ട് കേട്ടോ. പൈസയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കണം. ഇപ്പോൾ ചേട്ടന് ഇതേപോലെ ഞങ്ങൾ അണ്ണൻ്റെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ടാണ് മൊബൈൽ വാങ്ങിച്ചത് കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടോ, ഒരു 10 രൂപയുടെ താഴെ അല്ലെങ്കിൽ 10 രൂപയ്ക്ക് ഞാനല്ല ചേട്ടൻ ഇതേപോലെ ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ അണ്ണൻ്റെ അടുത്ത് നിന്ന് മേടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അണ്ണൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഈ 10,000 രൂപയ്ക്ക് ശരിക്കും 2,000 രൂപ പലിശ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു 20 രൂപയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ 4,000 രൂപയൊക്കെ പലിശയായിട്ട് വരും. അത് കാരണമാണ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കാത്തത് കേട്ടോ. പിന്നെ വല്ല ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ പണയം വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗോൾഡ് ആണെങ്കിലും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇൻവേർട്ടർ നമുക്ക് വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. അല്ല കറണ്ട് പോകുമ്പോഴും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക്, അതായത് ഉണ്ണി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് എന്തായാലും നമുക്ക് കറണ്ട് അത്യാവശ്യമാണ്. സ്വത്തൊട്ടിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും ഫാനില്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻവേർട്ടർ ആവശ്യമാണ്. പിന്നെ ഇവിടെ അങ്ങനെ ഇടയ്ക്ക് മാത്രമേ കറണ്ട് പോകാറുള്ളൂ. അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഈ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം ആണ് കേട്ടോ. വർക്ക് ചെയ്യണ കാരണം വലിയൊരു പ്രോബ്ലം തന്നെയാണ് നമുക്ക് കറണ്ട് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും മേടിക്കണം എന്നുണ്ട്. പൈസയൊക്കെ റെഡി ആയിട്ട് മേടിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചേട്ടൻ്റെ പണി ഡ്രസ്സ് തിരുമ്പാണ് കേട്ടോ. രാത്രികളാണ് ശരിക്കും ഞാൻ തിരുമ്പാറ്. ചേട്ടൻ പണി മാറ്റി വന്ന അന്ന് തന്നെ ഞാൻ തിരുമ്പിടാറുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് തിരുമ്പിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രസ്സിലാണെങ്കിൽ നിറച്ച് മണ്ണും ചാളിയും മരത്തിൻ്റെ കഷ്ണങ്ങളുണ്ടാവും, പിന്നെ മരത്തിൻ്റെ പൊടി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലപോലെ അലമ്പണം, എങ്കിൽ മാത്രമേ അതിലെ ചെളികൾ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പച്ചവെള്ളത്തിൽ കുറേ നേരം അലമ്പും, എന്നിട്ടാണ് സോപ്പ് പൊടി ഇട്ടിട്ട് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ സോപ്പ് വെള്ളം ഇട്ട് കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല മഴക്കാരൊക്കെ ആയിരുന്നു പുറത്തുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ പിന്നെ തുണികളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടാണ് കേട്ടോ. ഈ ഒരു ജനലിൻ്റെ അവിടെ ഞാൻ വെച്ചേക്കുന്നത് നമ്മുടെ മുരിങ്ങ കൊമ്പാണ് കേട്ടോ. ഞാൻ സ്വത്തുട്ടീനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഇവിടെ സെൻറ്ററിൽ തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ മുരിങ്ങക്കൊമ്പ് വിടുന്ന ആളുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ വെച്ചു ഒരു കൊമ്പ് എനിക്ക് തരുമെന്ന് വെച്ചപ്പോൾ അങ്ങനെ എനിക്ക് വലിയൊരു കൊമ്പ് വെട്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കുത്തിയിട്ടിട്ടില്ല, കുത്തിയിടണം. എന്നെ കൊണ്ട് പറ്റുമോ തോന്നണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വീട്ടിൽ മുരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഒരു മഴയുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ പുഴങ്ങി വീണു കേട്ടോ. അത് കാരണം ഇവിടെ മുരിങ്ങയില്ല. നമുക്ക് ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു. ഉള്ളപ്പോൾ അതൊന്നും നോക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മുരിങ്ങയുടെ ഇല പോലും നമ്മളതിന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതില്ലാതായപ്പോഴാണ് മുരിങ്ങയുടെ ഇല കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിക്കാണെങ്കിലും നമ്മൾ ഇലക്കറികൾ കൊടുക്കുന്നതൊക്കെ നല്ലതല്ലേ. അപ്പോൾ അത് കാരണം വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു കൊമ്പ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് സ്വത്തൊട്ടിക്ക് ഇതേ പാല് കാച്ചി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ അംഗൻവാടിക്ക് കൂട്ടി കൊണ്ടുപോകണതിന് മുന്നേ ആയിട്ട് സ്വത്തൊട്ടിക്ക് പാല് ഞാൻ കാച്ചി വയ്ക്കാറുണ്ട്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പത്തിന് തന്നെ അവന് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ചൂടാറാറുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോഴേക്കും. അപ്പോൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സ്വത്തൊട്ടിക്ക് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഞാൻ സ്വത്തൊട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരാളുണ്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്. അപ്പോൾ വരണില്ലേ, എന്താ ഇവിടെ നിൽക്കണ് ഫോണും പിടിച്ച് എന്നുള്ള രീതിയിലാണ് ആളെന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കു ഇപ്പോൾ ഫേമസ് ആയി, അതേപോലെ സ്വത്തൊട്ടി ഇപ്പോൾ ഫേമസ് ആയിട്ടാ. പ്രണവിൻ്റെ കുക്കു എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രണവിൻ്റെ പട്ടി തന്നു എന്ന് പറയും. അത് കാരണം കുക്കു ആണെങ്കിൽ ആരും ദ്രോഹിക്കൊന്നുമില്ല, കടിക്കുന്നില്ല. പക്ഷെ നന്നായിട്ട് കുരയ്ക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ കുരയ്ക്കും. അക്രമശക്തമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ, പേടിപ്പിക്കുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പോയപ്പോൾ സ്വത്തൊട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കുക്കു വന്നിട്ടുണ്ട് കൂടി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് വേഗം എണീറ്റു. അടക്കണ്ടായത് ഓടരുത്തിട്ടാ, വണ്ടി വരും, അമ്മയ്ക്ക് ഓടാൻ പറ്റില്ല. തുറന്നു. ഒരു സാധനം ഉണ്ടടാ.
ഒരു സാധനം വന്നിട്ടുണ്ടടാ. എന്ത് സാധനമാണെന്നറിയോ സ്വത്തിന്? എന്ത് സാധന? എന്ത് എന്ത് സാധനം പറ? വേറെ എന്ത് സാധനം? എന്ത് സാധനം? എന്ത് സാധനാന്ന് സ്വത്തിക്ക് അറിയോ? സ്വത്ത് പറയോ? സ്വത്തിന് എന്തെങ്കിലും അറിയോ? എന്ത് സാധനമായിരിക്കും? വേറെ എന്ത് സാധനം? അച്ഛന് മൊബൈൽ വന്നു അച്ഛന്. ഏത്? അത് ഫോണിന്റെ ബോക്സ്. ഫോൺ വന്നത് അതിൽ വെക്കണ്ട, അത് ചാർജ് ചെയ്യണം. അത് 0000 അതല്ല. തുറന്നു. ഇഷ്ടയാ? സ്വത്തിന് ഇഷ്ടയോ? പറ, ഇഷ്ടയാ? എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ഇപ്പോൾ വന്നുള്ളൂ കേട്ടോ. വന്ന ഉടനെ സ്വത്തൊട്ടിക്ക് നമ്മൾ എന്താ പറയുക, ഫോണ് കാണിച്ചു കൊടുത്തപ്പോൾ ഉള്ള റിയാക്ഷനാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. സ്വത്തൊട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇതിനൊക്കെ വലിയ സന്തോഷമായിരിക്കും ചേട്ടൻ്റെ ഇതാ. കുറേ ദിവസമായി ഫോണില്ലാണ്ടിരിക്കുന്ന. ഫോൺ ഡിസ്പ്ലേ പൊട്ടിയിട്ടോ. പഴയ ഫോൺ ഞാൻ കാണിച്ചുതരാം. പഴയ ഫോൺ എടുക്കുന്നു. അതാണ് പഴയ ഫോൺ കേട്ടോ. ഇത് കേട് വന്നു. ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ മൊത്തം പൊട്ടിത്തവിടെ. ഈ ഡിസ്പ്ലേ നേരാക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് എന്തായാലും ഇവിടെ എടുത്ത് വയ്ക്കാം. പൈസയൊക്കെ ആവുകയാണെങ്കിൽ നമുക്കത് എന്താ പറയുക, റിപ്പയർ ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ നമ്മളെ വയ്യ. മൊത്തോടെ ഫോട്ടോ എടുക്കില്ലേ? ഫോട്ടോ. അപ്പോൾ സ്വത്തട്ടി ഉദ്ഘാടനം കഴിച്ചു. ഫോട്ടോ എടുത്തിട്ട് സ്വത്തട്ടി ഉദ്ഘാടനം കഴിച്ചേ. അപ്പോൾ ഇനി എന്തായാലും സ്വത്തട്ടിക്ക് പാല് കൊടുക്കട്ടെ. പാല് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിനിരിക്കണം. വർക്കിനിരുന്നിട്ട് പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ സ്വത്തട്ടി വാ, പാപ്പ് കുടിക്കാം. അപ്പോൾ നമ്മൾ സ്വത്തട്ടിക്ക് പാല് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ഗ്ലാസ് പാലൊന്നും ഇല്ല. പിന്നെ സ്വത്തൊട്ടിക്ക് ഇപ്പോൾ പാല് കുറച്ച് കൊടുക്കാനാണ് നോക്കുന്നത് കേട്ടോ. നല്ല കപക്കെട്ടുണ്ട് സ്വത്തൊട്ടിക്ക്. അപ്പം അത് കാരണം പാല് കുറച്ചേ കൊടുക്കുന്നുള്ളൂ. സ്വത്തൊട്ടിക്ക് ഇന്ന് ഷേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിനുള്ള പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല. പാല് കട്ടിക്ക് വെക്കണ്ടേ, അപ്പം അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും സ്വത്തൊട്ടിക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ സ്വത്തൊട്ടി നല്ല കുട്ടിയായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ടീച്ചർ. ഇപ്പൊ ഒന്നും സ്വത്തൊട്ടിനോട് കുഴപ്പമൊന്നുമില്ല. ആള് നോർമലായിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. മക്കളെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും അതേപോലെ തന്നെയല്ലേ ഭയങ്കര സന്തോഷമല്ലേ ഉണ്ടായിരിക്കുക. അപ്പൊ എനിക്കും അതേപോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങള് ഇപ്പോൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നു. അതിൽ പഞ്ചസാര ഇടാണ്ടാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ബൂസ്റ്റിൽ കുറച്ച് ഷുഗർ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പഞ്ചസാര കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ചിട്ട് മധുരം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് കേട്ടോ. ഇനി സ്വത്തടി ഇതിൽ കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു നേന്ത്രപ്പഴം കൂടി കഴിക്കുമെന്ന് അറിയില്ല. കഴിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ പാലായാലും കുടിച്ചാൽ മതി. അങ്കമാടിയിൽ ഉപ്മാവൊന്നും കഴിക്കൊന്നുമില്ല. അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അവരങ്ങനെ ഉറങ്ങണതല്ലേ. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഉപ്മാവ് എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പാക്ക് ചെയ്തിട്ട് തരിക ചെയ്യാം. അവിടെ ഇരുന്ന് കഴിക്കല പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഉപ്മാവല്ല ഇന്ന് പയർ കൊണ്ട് ഉണക്കപ്പയർ കൊണ്ട് പായസമാണ് കേട്ടോ. ഒന്നരാടം ഓരല്ല ഒന്നരാടം ഒരു ദിവസം ഉപ്മാവാണെങ്കിൽ, അതായത് ഗോതമ്പ് ഉപ്മാവാണെങ്കിൽ നാളെ ഉണക്കപ്പയർ പായസം, അങ്ങനെയാണ്. അപ്പോൾ ഇന്നെന്തായാലും പായസമാണ്. പായസം സ്വന്തമായിട്ട് കുടിക്കില്ല. അത് ഞങ്ങൾക്കായാലും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. കാരണം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല. അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അത് കേട്ടോ. അങ്കലവാടിയത്തെ പായസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ കഴിക്കാനൊന്നും തോന്നില്ല. പിള്ളേരും കഴിക്കില്ല തോന്നുന്നു. ഉപ്മാവൊക്കെ പിന്നെയും പിള്ളേർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്.
സ്വത്തൊട്ടിയാണെങ്കിലും ഇന്നലെ ഉപ്മാവ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സ്വത്തൊട്ടിക്ക് ഞാൻ പഴം കൊടുക്കട്ടെ, അതുപോലെ നമ്മുടെ പാലും കൊടുക്കട്ടെ കേട്ടോ. സ്വത്ത് നോക്കടാ, അമ്മ വിളിക്കണടാ, നോക്കടാ. സ്വത്തിന് ഭയങ്കര സന്തോഷായില്ലേ പുതിയ ഫോൺ കിട്ടിയപ്പോ. സ്വത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പം ഇനി സ്വത്തൊട്ടിക്ക് നമ്മൾ ചായ കൊടുക്കാൻ, ചായ അല്ല സോറി ഇത് കൊടുക്കാൻ കേട്ടോ, ബൂസ്റ്റ്. അംഗനവാടിയിൽ ഞാൻ പോയപ്പോൾ സ്വത്തൊട്ടി ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ കുറേ വിളിച്ചു, 4 പിള്ളേരെ എന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാ അമ്മമാരും വന്നു കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. അപ്പോൾ സ്വത്തൊട്ടിനെ ഞാൻ വിളിച്ചു. പിന്നെ അവസാനം ചെവിയിൽ ഞാൻ പറഞ്ഞു കുക്ക് വന്നിട്ടുണ്ട്, സ്വത്തിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ വേഗം ചാടി എണീറ്റു കേട്ടോ. പിന്നെ സ്വത്തൊട്ടിക്ക് മൊബൈൽ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടോ. അതിന് സ്വത്തൊട്ടിക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പാട്ടിൻ്റെ പ്രശ്നം കോപ്പിറൈറ്റ് ആയിട്ട് വരുന്ന കാരണം പാട്ടൊന്നും നമുക്ക് ഫോണിൽ അലൗഡ് അല്ല കേട്ടോ. വർക്ക് ചെയ്തിട്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനി വിളക്കത്തിക്കാനൊക്കെ സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെറിയ തുടച്ച് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. ചേട്ടൻ ചായ വയ്ക്കണം, ചേട്ടൻ വരുമ്പോഴേക്ക് ചായ വയ്ക്കണം, അങ്ങനത്തെ പരിപാടികൾ. സ്വത്തൊട്ടി ഇത് അവിടെ ഇട്ടിട്ടാ. സ്വത്തൊട്ടി ഇതാ ഫോൺ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഗെയിമാണ് കേട്ടോ. കുറച്ച് നേരം കൊടുക്കുള്ളൂ കേട്ടോ. കുറച്ച് നേരം ടി വി ആണെങ്കിൽ കുറച്ച് നേരം ഫോൺ നോക്കും, പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മീൻകാരന് നമ്മൾ പൈസ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരത്ത് നമ്മുടെ വീടിനടുത്തുള്ള ചേട്ടൻ തന്നെയാണ്, ആൾക്ക് ഒരു 100 രൂപ കൊടുക്കാനുണ്ട്. 100 രൂപ കൊടുക്കണം. കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല. അപ്പോൾ ജീപ്പ് ചെയ്യുകയാണെങ്കിൽ ആളുടെ മോളുടെ ജീപ്പാണ്, എനിക്ക് അയക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആളുടെ കയ്യിൽ കൊടുത്താലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് പൈസ ചേട്ടൻ എന്നിട്ട് കൊടുക്കണം, എനിക്ക് നാളെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. വേറെന്താ വിശേഷം? ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ. ഒരു ഉച്ച സമയത്ത് നല്ല മഴ പെയ്തിരുന്നു, പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിള്ളേരവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേർ നമ്മുടെ കുക്കുവിനെ കണ്ടിട്ട് വന്നിട്ടാണ്. ഇപ്പം നമ്മുടെ വീട്ടിലായാലും തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടെ ഇപ്പോൾ കുഞ്ഞൊരു പട്ടിക്കുട്ടീനെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കുവിന് നമ്മൾ കൊടുന്ന പോലെ തന്നെ കുഞ്ഞൊരു പട്ടിക്കുട്ടീനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കും ഇവിടേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കുട്ടികൾ കേട്ടോ. സ്വത്തോ എന്താ സ്വത്ത് ചെയ്യണേ? സ്വത്ത് എന്താ ചെയ്യണേ? ഒക്കെ വരണ്ട പാട്ട് വയ്ക്കാം, നമുക്ക് പാട്ട് വെച്ചാലോ? ഡാൻസ് കളിക്കാം, പാട്ട് വെച്ച് ഡാൻസ് കളിച്ചാലോ? ഡാൻസ് കളിക്കാം ഒക്കെ വരണ്ട. സ്വത്തുട്ടിക്ക് ഞാൻ അങ്ങനെ ഫോണൊന്നും കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വലിയ അഡിക്റ്റഡ് ഒന്നുമല്ല. പിള്ളേർക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായ കാരണം സ്വത്തുട്ടി വെറുതെ ഇരിക്കേണ്ട. കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അവന് കളിച്ചൊക്കെ മതിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഇതേപോലെ നോക്കുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് ആൾ മൊബൈൽ അവിടെ വെച്ചിട്ട് ചാടി മറിയാനും ഓടി മറിയാനൊക്കെ നിൽക്കുള്ളൂ. വെറുതെ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കണ കുട്ടിയൊന്നുമല്ല കേട്ടോ. അവ അഡിക്റ്റഡ് അല്ല മൊബൈലിൽ. കുറേ ഇങ്ങനെ വന്ന് കണ്ടില്ലേ, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു സീനൊക്കെ എടുത്തിട്ട്. എല്ലാവരും വിചാരിക്കും കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ട് ഇരിക്കുകയാണെന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവൻ കുറേ ചാടി മറിഞ്ഞ് നടക്കും. പിന്നെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾ മൊബൈൽ അവിടെ വെക്കും, പിന്നെ ഫുള്ള് ഡാൻസാണ്, ഫുള്ള് പിന്നെ ആക്റ്റീവ് എനർജി ഇങ്ങനെ കയറും. നമ്മുടെ അല്ലു അർജുൻ്റെ ഒരു പടമല്ലേ, പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി കയറുന്നതൊക്കെ അതേപോലെയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഒരു വണ്ടിക്കാരൻ വന്നു, പച്ചക്കറി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിക്കാരൻ, പക്ഷേ ആളുടെ അടുത്ത് ക്യാരറ്റും കുക്കുംബറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഇതേപോലെ ഒരു വണ്ടിക്കാരൻ വരാറുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആളുടെ അടുത്ത് കുക്കുംബറില്ല, പക്ഷേ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാരറ്റ് മേടിച്ചു ഉടനെ തന്നെ 2 പേരും അതിൻ്റെ പിന്നാലെ തൂങ്ങിയതുകൊണ്ടാണ്. ഒന്ന് സ്വത്തൊട്ടിയും ഒന്ന് കുക്കൂട്ടാ. കുക്കുവിന് പിന്നെ ആട്ടി ഓടിപ്പിച്ചു. പിന്നെ സ്വത്തൊട്ടി പറഞ്ഞു ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ വെച്ചിട്ട്, നല്ലതാണല്ലോ, കുറേ വിറ്റാമിൻസും ഫൈബറൊക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ് നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ വെറുതെ കഴിക്കുന്നത് നല്ലതാണ്, പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ്, പിന്നെ കറി വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ കറി വെച്ചിട്ടൊന്നും സ്വത്തൊട്ടി കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടകളിലൊന്നും ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ അതേപോലെ കുക്കുംബറൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഒക്കെ ഈ പറഞ്ഞ പോലെ ടൗണിലേക്ക് ഇറങ്ങേണ്ടി വരും, പട്ടിക്കാടൊക്കെ പോകേണ്ടി വരും കേട്ടോ. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. പണിക്കാർ ഇതേ പോകണ കണ്ടു കേട്ടോ.
അപ്പോൾ നമ്മൾ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വണ്ടിക്കാരുടെ അടുത്ത് നിന്ന് ക്യാരറ്റ് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വത്തുട്ടിക്ക് അത് കണ്ടപ്പോൾ ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കൊന്നുമില്ല, എന്നാലും ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ക്യാരറ്റ് നമുക്ക് വീട്ടിൽ എടുത്ത് വയ്ക്കാം. നന്നായി പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റൊന്നും കേടുവരില്ല കേട്ടോ. ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് തന്നെ മേടിക്കാറുള്ളൂ. എന്നെങ്കിൽ പോലും 2 എണ്ണമൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുമ്പോൾ 2 ദിവസം വയ്ക്കി കഴിഞ്ഞത് ആകെ ചുങ്ങി കേട് വന്ന് പോകണ ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഫ്രിഡ്ജുള്ള കാരണം നമുക്ക് എത്ര പച്ചക്കറി വേണമെങ്കിലും ഒരാഴ്ച സാധനങ്ങൾ ഞാൻ മേടിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കാരണം ഒരാഴ്ചക്ക് ഇങ്ങനെ നിൽക്കൂട്ടാ, കേട് കൂടാണ്ട് നമ്മൾ ശരിക്കും പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇതേപോലെ നല്ല സെക്യൂർഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഇനി എന്തായാലും നമുക്ക് അടിച്ചു വരി തുടയ്ക്കാം. ഞാൻ അടിച്ചു വരി കേട്ടോ. അടിച്ചു വരണം, വീഡിയോ എടുക്കാൻ മറന്നു പോയി. സ്വത്തുട്ടി മിക്സിയിൽ കളിക്കില്ലേ, മുത്തേ. അപ്പോൾ സ്വത്തുട്ടി അവിടെ മിക്സിയിൽ കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചു വരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടയ്ക്കാം. എന്തായാലും 5:30 കഴിഞ്ഞുല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് തുടയ്ക്കാം. ചെറുത് മതി, അപ്പുറത്ത് മതി. കൈ അടിക്കോ? രസമുണ്ടോ? പല്ലൊക്കെ കേട് വന്നു സത്തിൻ്റെ. പല്ല അപ്പടി പോയി സത്തിൻ്റെ. വായത്തെ കൈയിട്ട് എന്നിട്ട് തിന്ന് കിട്ടുണ്ടായിന്. കളിച്ചേ കുറച്ചായിട്ടുള്ളൂ അല്ലേ. അപ്പം ഞാനിത് എന്തായാലും തുടയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി തുടയ്ക്കുക എന്നുള്ളതാണ്. തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കുളിക്കും. ഞാൻ രാവിലെ മേല് മാത്രമേ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുളിക്കും. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വന്നു കഴിഞ്ഞ് ചായ കൊടുത്ത് പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ വീണ്ടും ഞാൻ വർക്കിനിരിക്കും. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ സ്വത്തുട്ടിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റ് റൂട്ടീൻ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം 5:45 കേട്ടോ ഞാൻ തുടയ്ക്കുന്ന സമയത്ത്. അപ്പോൾ കുളിച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റ് 6 മണി കഴിഞ്ഞാൽ ദീപം കത്തിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.